മാമ്പഴം പെട്ടെന്ന് പഴുക്കാനായിട്ട് കാൽഷ്യം കാർബൈഡ്, ആർസനിക്, ഫോസ്ഫറസ് തുടങ്ങിയ പല സംഗതികളും ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ രാസപദാർത്ഥങ്ങളൊക്കെ നമുക്ക് ഒരുപാട് ആരോഗ്യത്തിന് ദോഷം ചെയ്യുന്നതുമാണ്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ് ഉപയോഗിച്ചിട്ടാണോ ഇത് പഴുത്തിട്ടുള്ളത് എന്ന് അറിയാനായിട്ടുള്ള ചില മാർഗ്ഗങ്ങളാണ്. ഒന്ന്, ഇങ്ങനെയുള്ള മാമ്പഴങ്ങളിൽ അത് ചെറിയ കറുപ്പ് നിറം കാണിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല ഇതിലെല്ലായിടത്തും ഒരേപോലെ പഴുത്ത മഞ്ഞ നിറം കാണാനായിട്ട് സാധ്യതയില്ല. ഇങ്ങനെ വിട്ട് പല കളറുകളിലായിട്ട് കാണാൻ സാധ്യതയുണ്ട്. നമ്മൾ വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പഴുത്ത മാമ്പഴമാണെങ്കിൽ പൊങ്ങിക്കിടക്കും. എന്നാൽ ഇതുപോലെ കെമിക്കൽസ് ചേർത്താണെങ്കിൽ താഴേക്ക് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതേപോലെ ഇത് നമ്മൾ എളുപ്പത്തിൽ മുറിക്കാനായിട്ട് പറ്റുന്ന മാങ്ങ, സ്വാഭാവികമായിട്ടുള്ള പഴുത്ത മാങ്ങയാണെന്നുണ്ടെങ്കിലേ പറ്റുള്ളൂ. അല്ലാതെ കെമിക്കൽസ് ചേർന്നതായിരുന്നുണ്ടെങ്കിൽ ഇച്ചിരി കട്ടിയുണ്ടാകും. അതിനെന്നാൽ ഭയങ്കരമായിട്ടുള്ള മധുരമുണ്ടായിരിക്കും എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ആർട്ടിഫിഷ്യൽ കെമിക്കൽസ് ചേർന്നിട്ടുണ്ടോ എന്ന് സംശയമുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം 2% സോഡ ബൈകാർബണേറ്റ് അത് ചേർന്നിട്ടുള്ള വെള്ളത്തിൽ ഒരു 12 മണിക്കൂർ നേരത്തേക്ക് ഈ മാമ്പഴം മുക്കി വയ്ക്കുക. അപ്പോൾ അങ്ങനെ മുക്കി വയ്ക്കുമ്പോഴേക്കും ഈ തരത്തിലുള്ള കെമിക്കൽസ് നമുക്ക് ഇത് ന്യൂട്രലൈസ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. എല്ലാവരിലേക്കും ഷെയർ ചെയ്തെത്തിക്കുക. മാമ്പഴം വളരെ രുചികരമാണ്, പക്ഷേ ആരോഗ്യപ്രദമാണോ എന്നുള്ളത് ശ്രദ്ധിക്കണം.